നമസ്കാരം, വെൽക്കം ടു മല്ലു ക്രിക്കറ്റ് പോഡ്കാസ്റ്റ്. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് മുംബൈ വേഴ്സസ് GT മത്സരത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നടന്ന DC വേഴ്സസ് SRH മാച്ചിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ്. അരുൺ ബ്രോ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓൾറെഡി ഒരു റിവ്യൂ നമ്മുടെ മല്ലു സ്പെക്ടേറ്റർ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. കുറച്ചും കൂടെ അനലിറ്റിക്കലായിട്ടും കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചൊന്ന് കാട് കയറി പോകാനും ചാൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ക്രിക്കറ്റാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇന്നത്തെ മാച്ചിൽ അഭിഷേക് ശർമ്മയുടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു. അതായത് ഉഴുതും മറിച്ച് അഭിഷേക് ശർമ്മ ബാറ്റിങ്ങിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചിൽ ഈ മാച്ച് ശരിക്കും പറഞ്ഞാൽ SRHന് എടുത്ത് കൈ കൊണ്ട് കൊടുത്തത് അഭിഷേക് ശർമ്മ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ഡൽഹിക്ക് പ്രത്യേകിച്ച് ഉത്തരങ്ങളില്ലാതായി പോയി അഭിഷേക് ശർമ്മയുടെ മുന്നിൽ. ക്ലാസിനും ഒരു പഴയ ഒരു ഗ്ലിംസൊക്കെ കാണിച്ച ആ ഒരു സെറ്റപ്പിലേക്ക് ക്ലാസിനും എത്തിയപ്പോഴത്തേക്ക് ഇഷാൻ കിഷനും ഒന്ന് ചെറിയ സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് 242 എന്ന് പറഞ്ഞൊരു ഹ്യൂജ് സ്കോറിലേക്ക് അവർക്ക് എത്തി. ഡൽഹിക്ക് ചേസിൽ ഒരു ടൈമിലും അവർ ഈ ഒരു സ്കോർ ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത് കൂടെ പിടിക്കുമെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു ബാറ്റിംഗ് എഫോർട്ട്, ഒരു അഗ്രഷനോ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻറ്റോ അവരുടെ ബാറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഈ വർഷം ഡൽഹി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാൻ എന്നുള്ള രീതിയിൽ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ തോന്നി. സോ അതാണ് ഒരു മാച്ചിൻ്റെ ഒരു സമ്മറി. അഭിഷേക് ശർമ്മയുടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ അഭിഷേക് ശർമ്മയുടെ ഒരു ചെറിയൊരു ബാഡ് പാച്ചിലൊക്കെ വന്നപ്പോഴത്തേക്ക് അഭിഷേക് ശർമ്മ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിരുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. സോ അവിടെ നിന്നൊക്കെ വന്നിട്ട് അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നത് അഭിഷേക് ശർമ്മ എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സാണ്. സോ ആ ഒരു ക്ലാസ് അഭിഷേക് ശർമ്മ തീർച്ചയായിട്ടും ഇപ്പോൾ IPL വന്നപ്പോഴത്തേക്ക് വീണ്ടും അഭിഷേക് ശർമ്മ കാണിക്കുകയാണ്. ഇന്നത്തെ ആ ഒരു ബാറ്റിംഗ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഷോട്ട്സൊക്കെ അടിപൊളിയായിരുന്നു അഭിഷേക് ശർമ്മയുടെ. അതുപോലെ തന്നെ ഹെഡ് കുറച്ച് ഫോം ഔട്ട് ആയിരുന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് ഹെഡിനെ അവിടെ നിന്നാൽ മതി. ഹെഡ് ഇച്ചിരി റൺ അടിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഒരു സൈഡിൽ നിന്ന് അടിച്ചോളാം എന്നുള്ള രീതിയിൽ അമ്മാതിരി അടിയാണ് പവർ പ്ലേയിൽ അതിനുശേഷം അഭിഷേക് ശർമ്മ അടിച്ചുകൊണ്ടിരുന്നത്. എന്താണ് അഭിഷേക് ശർമ്മയുടെ ബാറ്റിങ്ങിനെ പറ്റിയിട്ട് ബ്രോയുടെ അഭിപ്രായം? അഭിഷേക് ശർമ്മ ഡൽഹി എടുത്ത് ഉടുത്തു എന്ന് വേണം പറയാൻ. ഏകപക്ഷീയമായിട്ടൊരു ഇന്നിങ്സ് ആയിരുന്നു. ഒരു ചാൻസ് പോലും കൊടുക്കാത്ത ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഈ പറഞ്ഞിട്ടൊരു LBW റിവ്യൂവോ അല്ലെങ്കിൽ ഒരു നിയറസ്റ്റ് ഡ്രോപ്പ് ചാൻസോ അങ്ങനെ പോലും കൊടുക്കാതെ ഉള്ളൊരു ക്ലിയർ ഇന്നിങ്സ് ആയിരുന്നു അഭിഷേക് ശർമ്മയിൽ നിന്ന് കണ്ടത്. അഭിഷേക് ശർമ്മയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ ആണ് അഭിഷേക് ശർമ്മ കഴിഞ്ഞ വർഷവും സെഞ്ചുറി അടിച്ചത്. അതേ ട്രാക്ക് നമ്പർ 2 കഴിഞ്ഞ വർഷവും അഭിഷേക് ശർമ്മ ഇതേ കൂട്ട് 140 സംതിങ് സ്കോർ ചെയ്തത്. അതേ ട്രാക്ക് നമ്പർ 2 ഇന്നും കളി. ഇന്നും അഭിഷേക് ശർമ്മ അത്രത്തോളം തന്നെ അതേ ട്രാക്കിൽ തന്നെ അടിച്ചു എന്ന് പറയുന്നത് എന്തോ ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഹെഡ് ആണെങ്കിൽ നമ്മൾ ഇനിഷ്യലി കുറച്ച് സമയം എടുത്തെങ്കിലും അഭിഷേക് ശർമ്മ ഫുൾ ഫ്രീഡം ഹെഡിന് കൊടുത്തു. നീ സമയം എടുത്തോ, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ വൻ രീതിയിൽ തന്നെയാണ് അഭിഷേക് ശർമ്മ ആക്സിലറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ആ സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ തന്നെ ഫസ്റ്റ് 6 അല്ലെ ഫസ്റ്റ് 7 ഓവേഴ്സ് അഭിഷേക് ശർമ്മയുടെ എബൌട്ട് 200 കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നു. ഗ്രാജുവലി ഹെഡും ജോയിൻ ചെയ്തു അതിലേക്ക്. ഈവൻ ദോ ഹെഡ് കുറച്ച് സമയം എടുത്തെങ്കിൽ പോലും ജോയിൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈവൻ ഹെഡിൻ്റെ വിക്കറ്റ് പോയതിന് ശേഷമാണെങ്കിലും തൊട്ട് പിന്നാലെ വന്ന ഇഷാൻ കിഷൻ പോലും ആ ഒരു റൺ റേറ്റ് കീപ്പ് ഓൺ ചെയ്യാൻ വേണ്ടി നല്ലൊരു ഇൻറ്റൻറ്റ് ഗെയിം തന്നെയാണ് കളിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായൊരു റണ്ണൗട്ട് അത് വളരെ നിർഭാഗ്യകരമായി പോയി എന്ന് തന്നെ വേണം പറയാൻ. ആ ഒരു റണ്ണൗട്ടോട് ഇല്ലായിരുന്നെങ്കിൽ ഇഷാൻ കിഷൻ്റെ സൈഡിൽ നിന്നും നമുക്കൊരു ബിസ്റ്ററിങ് ഇന്നിങ്സ് കാണാമായിരുന്നു. അതിന് പുറകെ വന്ന ഹെൻറി ക്ലാസൻ, നമ്മൾ കഴിഞ്ഞ ഒരു പ്രിവ്യൂവിൽ എപ്പോഴോ പറയുകയും ചെയ്തു, ഹെൻറി ക്ലാസൻ ആകെ പ്രശ്നം ഫോമിലല്ല എന്നുള്ളതല്ല, ടെക്നിക്കൽസ് വീക്കല്ല എന്നുള്ളതുമല്ല. ഹെൻറി ക്ലാസൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് റെസ്റ്റ് ചെയ്യാണ്. അധികം ബോൾ ഫേസ് ചെയ്യുന്നില്ല, ഒരു ഹോളിഡേ മൂഡിലാണ്. എത്രത്തോളം പുള്ളി ബോൾ ഫേസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആ പഴയ ക്ലാസ്സിനെ തിരിച്ച് കിട്ടും എന്നത് നമ്മൾ മുമ്പ് എപ്പോഴും സംസാരിച്ചൊരു കാര്യമാണ്. അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു രീതിയിൽ കുറച്ച് പന്തേ കളിച്ചുള്ളെങ്കിൽ പോലും ആ 13 പന്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഇമ്പാക്റ്റ് ആക്കി ഉള്ളൊരു കളിയായിരുന്നു ഹെൻറി ക്ലാസിൻ്റെ സൈഡിൽ നിന്നും നമ്മൾ കണ്ടത്. അഭിഷേക് ശർമ്മയുടെ ഒരു ഡിബേറ്റബിൾ അതെ 285 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്. അഭിഷേക് ശർമ്മയുടെ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഇതിനകത്തുള്ളൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയുടെ ലാസ്റ്റ് 2018 ബോൾസിൽ അഭിഷേക് ശർമ്മ സ്കോർ ചെയ്തത് 23 റൺസ് മാത്രമാണ്. ഓക്കെ, ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. ആദ്യമായിട്ടാണ് അഭിഷേക് ശർമ്മ ത്രൂ ഔട്ട് 20 ഓവേഴ്സ് ബാറ്റ് ചെയ്യുന്നത്. ഓബിയസ്ലി നാട്ടിലെ ചൂട് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, എക്സോസ്റ്റായി കാണാം. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ എക്സോസ്റ്റഡ് ആണെങ്കിൽ പിന്നെ അവർക്ക് ലൈനപ്പ് കിടക്കുക. അതായത് സലീൽ അറോറയുണ്ട്,
അനികേത് വർമ്മയുണ്ട്, നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട്. ഈ ലാസ്റ്റ് 18 ബോൾസ് എന്ന് പറയുന്നത് ലൈക്ക് അവസാനത്തെ 16 മുതൽ 20 വരെയുള്ള ഓവറിലായതാണ്. അല്ലെങ്കിൽ വി കുഡ് ഹാവ് സീൻ ലൈക്ക് അനദർ 270 ഓർ 280 സുഖമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു. അതെ, അത് നമ്മൾ അന്ന് പറഞ്ഞ ആ പോയിന്റ് അവിടെ ഇതാണ്, ലോങ് ഇന്നിങ്സിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം സ്വാഭാവികമായിട്ട് ഒരു ബാറ്റ്സ്മാന്റെ പല ഫേസസിൽ ഒരു എൻഡ് ഓഫ് ദി ഇന്നിങ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ടയർഡ് ആവാനും ആ ഒരു ഫുൾ എഫിഷ്യൻസിയിൽ അടിച്ചു പോകാനുള്ളൊരു ഇത് സ്വാഭാവികമായിട്ട് ഏത് ബാറ്റ്സ്മാൻ ആയാലും, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിലൊക്കെ ഉണ്ടാവും. പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആ ഒരു പൊസിഷനിൽ അവിടെ വന്നിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് മീൻസ് ഇവിടെ ഇപ്പോൾ കളി ജയിച്ചതുകൊണ്ട് 242 റൺസ് അടിച്ചതുകൊണ്ട് അത് വലിയൊരു സംഭവമേ അല്ല, ആരും ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. എങ്കിലും നമ്മൾ പറയാണ് ഒരുപക്ഷെ അങ്ങനെ വന്നിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരുപക്ഷെ സ്കോർ കയറിയാനെ. ആ ഒരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചില്ല, ആ ഒരു അവസാനത്തെ കുറച്ച് സ്ലോ ആയി എന്നുള്ള കാര്യം. ഞാൻ ആ സമയത്ത് ക്ലാസിന്റെ ബാറ്റിംഗ് ആ ഒരു കവറിന് വെളിയിൽ കൂടെ അടിച്ച 6 ഒക്കെ പഴയ ഒരു ക്ലാസിന്റെ കഴിഞ്ഞ കളിയിലും പഴയ ഒരു ക്ലാസിന്റെ ഒരു ഇത് കാണിച്ചു. ബാക്ക് ഫുട്ടിൽ ഇങ്ങനെ നിന്നിട്ട്, അതെ, ആ ബാക്ക് ഫുട്ടിൽ നിന്നിട്ട് അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, സ്പിന്നേഴ്സിനെ അടിക്കുന്നൊക്കെ കഴിഞ്ഞ മാച്ചിൽ ബോഡി സ്ട്രെങ്ത് ഹീസ് കൈൻഡ് ഓഫ് വെരി കോർ പേഴ്സൺ. ഞാൻ ഒരിക്കലും പുള്ളിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ കാണുമ്പോഴേ അറിയാം, അതായത് നമ്മുടെയൊക്കെ ഒരു 2 കൈയുടെ കനമാണ് പുള്ളിയുടെയൊക്കെ ഒരു കൈക്ക് എന്ന് പറയുന്നത്. ലൈക്ക് ഹീസ് വെരി സ്ട്രോങ് പേഴ്സൺ. അപ്പോൾ ബാക്ക് ഫുട്ട് എന്നുള്ളത് പുള്ളിയുടെ ബോഡി തന്നെ ഭയങ്കര സ്ട്രെങ്തനാണ്. അപ്പോൾ ഒന്ന് ടൈമിംഗ് കൂടെ ഒന്ന് കിട്ടിയാൽ മതി, പിന്നെ ഒന്നും നോക്കണ്ട. ഇനിയും ക്ലാസ്സിനെ പേടിച്ചേ പറ്റൂ. അതെ അതെ. ഇനി നമുക്ക് നേരെ ഡൽഹിയുടെ ബോളിങ്ങിലേക്ക് വരാം. ഡൽഹിയുടെ ബോളിങ്ങിൽ കോമഡിയാണ്. നിതീഷ് ഇപ്പോൾ നമ്മൾ ചെന്നൈ SRH ആയിട്ടുള്ള മാച്ചിൽ നമ്മൾ കണ്ടു, മാച്ച് ഷോട്ടിനെ അവർ കൊണ്ടുവന്നു, ഇവർ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളതുകൊണ്ട്. അതേ കാര്യം തന്നെ ഡൽഹി ഇന്ന് ചെയ്തിരിക്കുകയാണ്. അവർ നിതീഷ് റാണയെ കൊണ്ടുവന്നിരിക്കുകയാണ്. 2-3 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളതുകൊണ്ട് ഓഫ് സ്പിന്നർ വേണമെന്നുള്ളതുകൊണ്ട്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പഞ്ചാബുമായിട്ടുള്ള മാച്ചിൽ കൂപ്പർ കോണോലിയുടെയും നമ്മുടെ പ്രിയാൻ ഷാരിയുടെയും മുന്നിലേക്ക് മാർക്രത്തെ പന്ത് ഇട്ട് കൊടുത്തതും ഇതേ കാരണം കൊണ്ട് തന്നെയായിരുന്നു. ലെഫ്റ്റ് ഹാൻഡേഴ്സ് നിൽക്കുന്നതുകൊണ്ട് ഓഫ് സ്പിന്നർ വേണമെന്നുള്ളത്. ഈ അതായത് വെന്ത് പരുവാവാത്ത ഈ ഓഫ് സ്പിന്നേഴ്സിനെ എന്തിനാണ് ഈ കുരുതി കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ഓഫ് സ്പിന്നർ ആയിരിക്കണം. ഇങ്ങനെ മാർക്രത്തെ പോലെയോ അല്ലെങ്കിൽ നിതീഷ് റാണെ പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോളേഴ്സിനെ ഇങ്ങനെ ഇത്ര അഭിഷേക് ശർമ്മ, കൂപ്പർ കോണലിലേക്ക് അടിച്ചോണ്ട് നിൽക്കുന്ന ബാറ്റ്സ്മാൻമാരെ മുന്നിലേക്ക് കൊണ്ടുകൊടുക്കുക അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഓവർ ഓക്കെ, പവർ പ്ലേയിൽ ഫസ്റ്റ് ഓവർ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. മീൻസ് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഓവർ എന്നുള്ള രീതിയിൽ അവർ ടൈം എടുക്കും, ഒരു ഓഫ് സ്പിന്നർ വരുന്നു, 2 ലെഫ്റ്റ് ഹാൻഡറാണ്, അവർ ടൈം എടുക്കും. സെക്കൻഡ് ഓവർ കൊടുത്തത്, പിന്നെ 15ാമത്തെ ഓവർ കൊണ്ടൊന്ന് വീണ്ടും കൊടുത്തത് ഒക്കെ എനിക്ക് ഭയങ്കര കടന്നുകയറ്റം. പ്രത്യേകിച്ചും അക്സർ പട്ടേൽ ഓവർ കംപ്ലീറ്റ് ചെയ്തില്ല, കോട്ട കംപ്ലീറ്റ് ചെയ്തില്ല. കുൽദീപ് യാദവ് കോട്ട കംപ്ലീറ്റ് ചെയ്തില്ല. എക്സ്പെൻസീവ് ആയെങ്കിൽ പോലും എന്താണ് അക്സർ പട്ടേലും കുൽദീപ് യാദവിൻ്റെയും ക്ലാസും അതുപോലാണോ നിതീഷ് റാണ എന്ന് പറയുന്നൊരു ബോളർ. ഇന്ന് വരെ 4 hours കംപ്ലീറ്റ്, അശ്വിൻ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് വരെ 4 hours IPL കംപ്ലീറ്റ് ചെയ്യാത്തൊരു ബോളറാണ് നിതീഷ് റാണ. ഇന്നാണ് ആദ്യമായിട്ട് 4 hours കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ കഴിഞ്ഞ വർഷവും ഈ അക്സർ പട്ടേലിൻ്റെ സ്വയം അണ്ടർ യൂസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് ഈ വർഷം വീണ്ടും, അതായത് സ്വയം ചലഞ്ച് ഏറ്റെടുക്കാതെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് മറ്റ് ബോളേഴ്സിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഈ ഒരു മാച്ചിൽ അക്സർ പട്ടേൽ ചെയ്തത്. അക്സർ പട്ടേൽ ശരിക്കും ചെയ്യണമായിരുന്നു, 4 hours ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ദിവസം, പർട്ടിക്കുലർലി ഇന്നത്തെ ദിവസം, കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ അക്സർ പട്ടേലിൻ്റെ ക്യാപ്റ്റൻസി അങ്ങോളം പുകഴ്ത്തിയ ഒരാളാണ്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം അക്സർ പട്ടേലിൻ്റെ ക്യാപ്റ്റൻസി പാളിപ്പോയി. എനിക്ക് ഇനിഷ്യലി 2 ഓവർ കൊടുത്തതിന് ഒരു തെറ്റുമില്ല. ഇപ്പം മാർക്രമാണെങ്കിൽ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയും പവർ പ്ലേയിൽ എറിയുന്നൊരു ബോളറാണ്, 1-2 ബോൾ. അതേപോലെ തന്നെ റാനെ ഇന്ന് ടീമിൽ ഉൾപ്പെടുത്തിയത് തന്നെ ഒരു ഓഫ് സ്പിന്നർ ആയതുകൊണ്ട് മാത്രമാണ്. എനിക്ക് അങ്ങനെ തന്നെ തോന്നി. ഇതേ കാര്യം തന്നെയാണ് ചെന്നൈക്കെതിരെ ഇതേ കാര്യം തന്നെയാണ് ചെന്നൈയും ചെയ്തത്. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടും എടുത്തു. ചെന്നൈയുടെ 2 ഓവർ അവന്മാർ പോട്ടെ തപ്പിച്ച് വിട്ടേരെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു. 3ാമത്തെ ഓവർ എടുത്തു കൊടുത്തു. അതേ കാര്യം തന്നെയാണ് ഇവിടെ നടന്നത്. 2 ഓവർ കഴിഞ്ഞു, ഓക്കെ, ബാക്കിയുള്ളത് അറിയണം. ഇപ്പം അക്സർ പട്ടേൽ എന്ന് പറഞ്ഞൊരു ബോളർ കഴിഞ്ഞ വർഷവും കണ്ടിട്ടുള്ളതാണ്. ഒരു സെൽഫ് കോൺഫിഡൻസ് ബോളിങ്ങിൽ കുറയുന്നുണ്ടോ എന്ന് ഭയങ്കര സംശയമുണ്ട്. അക്സർ പട്ടേൽ ഈസ് ഓൺലി ബോളർ ഹു ടേക്കൻ എ വിക്കറ്റ് ടുഡേ. എന്നിട്ട് പുള്ളി എന്തുകൊണ്ട് പിന്നെ വന്ന് എറിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. പുള്ളി ഇത് ഇങ്ങനെയല്ല, ഇന്റർനാഷണൽ ലെവലിൽ പെർഫോം ചെയ്യുന്നതാണ്. ഇന്നലെ ഞാൻ കണ്ടു കഴിഞ്ഞൊരു ദിവസത്തെ ക്യാപ്റ്റൻസി റയാൻ പരാഗിനെ എന്ന് പറഞ്ഞത് ജഡേജയ്ക്കും ബിഷ്ണോയ്ക്കും കൊടുത്തില്ല, പുള്ളി വന്ന് പറഞ്ഞു. ഒരു കാര്യം ആലോചിക്കണം, ഈ ജഡേജ, ബിഷ്ണോയ്, അക്സർ പട്ടേൽ മുതലായ ആൾക്കാർ ഒരു ടൈം ഫ്രെയിമിൽ നമ്പർ 1 T20 ബോളറായിട്ട് നിന്നവരാണ്. അക്സർ പട്ടേൽ നമ്പർ 1 ആയില്ലെങ്കിലും ഓൾറൗണ്ടർ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇവർ ഈ റൈറ്റ് ഹാൻഡേഴ്സിന് മാത്രം എറിഞ്ഞിട്ടല്ല വി ബിഷ്ണോയ് നമ്പർ 1 T20 ബോളറായത്. റൈറ്റ് ഹാൻഡേഴ്സിന് മാത്രം ബോൾ ചെയ്തിട്ടല്ല ജഡേജ 18 വർഷം IPL കളിച്ചത്.
റൈറ്റ് ഹാൻഡേഴ്സിന് മാത്രം ബോൾ ചെയ്തിട്ടല്ല അക്ഷർ പട്ടേൽ ഇന്റർനാഷണൽ ലെവലിൽ ഇത്ര പെർഫോമൻസ് കാഴ്ചവെച്ചത്. ആ ഒരു പൊട്ടൻഷ്യലിൽ ട്രസ്റ്റ് ചെയ്ത് ആ ഒരു അതിനെ ബാക്ക് ചെയ്യാതെ ഈ റാനെ പോലുള്ള ആൾക്ക് പിന്നെയും ഓക്കെ 2 ഓവർ ഓക്കെ അക്സെപ്റ്റഡ് ആണ്. പിന്നെ അത് 15ാമത്തെ ഓവറൊക്കെ വെച്ചാൽ അവന്മാർ അത്രേ അടിച്ചുള്ളല്ലോ എന്നതിലേ ഉള്ളൂ എനിക്ക് ഒരു സങ്കടം. ഈ ഈ പാതി വെന്ത ബോളേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരെ വെച്ചിട്ടൊരു പറ്റിച്ച് വേണമെങ്കിൽ ഒരു ഓവർ എറിയിക്കാം, അല്ലെങ്കിൽ പറ്റിച്ച് വേണമെങ്കിൽ ഓരോ ഓവറും കൂടെ എറിയിപ്പിക്കാം. അത് ഒരു ക്യാപ്റ്റന്റെ സ്കില്ലാണ്, അത് എപ്പോൾ എറിയിപ്പിക്കണം എന്നുള്ളത്. പവർ പ്ലേയിൽ ഫസ്റ്റ് വന്നിട്ട് ഒരു ഓവർ എറിയിപ്പിക്കാം. ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു പക്ഷേ അവർ അത്ര അറ്റാക്ക് ചെയ്തെന്ന് വരത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിക്കറ്റ് പോയി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസിൽ കൊണ്ടുവന്നിട്ട് ഒരു ഓവറും കൂടെ പെട്ടെന്ന് ഒരു കളിപ്പിച്ച് എടുത്ത് എറിയിച്ചിട്ട് പോകാമെന്നല്ലാതെ ഉത്തരവാദിത്തത്തോടെ ഒരു ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ബോളറായിട്ട് ഇവർ റാണ മാത്രമല്ല ഒരു ഓഫ് സ്പിന്നർ, ഒരു എന്താ പറയുന്നത്, അങ്ങനെയുള്ള ഓഫ് സ്പിന്നേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത് വലിയൊരു മണ്ടത്തരമായിട്ട് തോന്നിയത്. സ്വയം 2 ഓവർ മാത്രം എറിഞ്ഞിട്ട് റാണയെ എറിയിപ്പിച്ചത്, അതും 15ാമത്തെ ഓവർ എറിയിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ നടരാജനെ നേരത്തെ കൊണ്ടുവരാത്തത്. ഇവർക്ക് സ്പിന്നേഴ്സിനെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ സ്പിന്നേഴ്സ് അവർക്ക് പ്രോപ്പർ സ്പിന്നേഴ്സ് ഇല്ല. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡേഴ്സിന് പറ്റിയ സ്പിന്നേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ, ഒരു നല്ല ക്വാളിറ്റി ഓഫ് സ്പിന്നർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പേഴ്സണെ തന്നെ സ്റ്റിക്ക് ചെയ്തിടാം. നടരാജനെ നേരത്തെ കൊണ്ടുവന്ന് 2 ഓവർ എറിയിപ്പിച്ചുവിടാം. ഇല്ലാന്നുള്ള എങ്കിടി ഒരു ഓവറും കൂടെ അവിടെ തന്നെ എറിയിച്ചുവിടാം. അപ്പോൾ ആദ്യത്തെ ടോപ്പ് 3 പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡേഴ്സ് വരുമ്പോൾ അക്ഷർ പട്ടേലിനും കുൽദീപ് യാദവിനും അവിടെ അവരുടെ കോട്ട കംപ്ലീറ്റ് ചെയ്യാം. സോ ആ രീതിയിൽ അവർ ചിന്തിച്ചില്ല. അതിന് പകരം നിതീഷ് റാണയെ യൂസ് ചെയ്തു എന്നുള്ളത് വളരെ ഒരു വണ്ടത്തരമായിട്ട് തന്നെയാണ് തോന്നിയത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ DC ബാക്കിയുള്ള ടീമിനെ പോലെ പവർ പ്ലേയിൽ ബോളേഴ്സിനെ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇന്നലെ ആണെങ്കിൽ GTയുടെ കളി കണ്ടു. സിറാജിന് വിക്കറ്റ്ലെസ് ആണെങ്കിലും ആ ഒരു പെർഫോമൻസ് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് DC പവർ പ്ലേയിൽ ഈ സീസണിൽ ഞാൻ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല. മേ ബി ഉണ്ടായിരിക്കാം, ഇഫ് ഐ എം റോങ്. അത് എനിക്ക് വളരെ ഇപ്പം അത് ഈ ഹേമങ് ബദാനി എന്ന് പറഞ്ഞൊരു കോച്ച് ചില്ലറക്കാരനല്ല. പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ടാക്ടിക്കൽ മിസ്റ്റേക്ക് ഒന്നും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇതെന്ത് പറ്റിയെന്ന് ഇപ്പം നമുക്ക് അറിയത്തുമില്ല. പിന്നെ ഇന്നത്തിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ത്രൂ ഔട്ട് അഭിഷേക് ശർമ്മയാണെങ്കിലും ട്രാവിസ് ഹെഡ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കലി സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 വീക്ക് പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്, അതായത് തൈസ് മുതൽ റിപ്സ് വരെയുള്ള ഏരിയയിൽ അറൗണ്ട് ദ വിക്കറ്റ് വന്ന ഒരു 140+ ഇൻസ്വിങ്ങും ഔട്ട് സ്വിങ്ങും എറിയുന്നു കഴിഞ്ഞാൽ അത് 2 പേർക്കും ബ്ലൈൻഡ് സ്പോട്ടാണ്. അങ്ങനെയാണ് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കൂടുതൽ ഔട്ടായിരിക്കുന്നത്. അത് ഫ്ലിക്ക് ചെയ്ത് ഒരു ഡീപ്പിൽ ബോളറിനായിട്ടിട്ടാണ് ഇപ്പം പല കളികളിലും അവരെ 2 പേരെയും പൊക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരുമായിട്ടുള്ള ആദ്യത്തെ കളി കണ്ടാലറിയാം. ആദ്യത്തെ 4 ഓവറിൽ അവർ 11 വൈഡ് എറിഞ്ഞു. എന്നിട്ടും ആ ലൈൻ അവർ മാറ്റിയിട്ടില്ല. ആ ഹിപ്പ് ടു തൈസ് എന്നുള്ള രീതിയിൽ തന്നെ എറിഞ്ഞിട്ടാണ് 2 പേരെയും പൊക്കിയത്. അതേ കൂട്ട് തന്നെ അഭിഷേക് ശർമ്മയുടെ ഏറ്റവും ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉള്ള ഒരു വീക്ക്നെസ് ആണ് ഒരു വൈഡ് ലൈൻ എന്ന് പറയുന്നത്. അതായത് 2 മീറ്റർ ലൈനിൽ വൈഡ് ലൈൻ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഡീപ്പ് പോയിന്റിൽ പലതവണ അഭിഷേക് ശർമ്മ അങ്ങനെ ഔട്ടായിട്ടുണ്ട്. നടരാജൻ എന്ന് പറഞ്ഞ നടരാജൻ എന്ന് പറഞ്ഞൊരു ബോളറെ എനിക്ക് എക്സലന്റ്, വെരി ബ്രില്യൻറ്റ്, യൂസിങ് ഹിസ് ബ്രെയിൻ ടു ദ മാക്സിമം എന്ന് പറയാൻ തന്നെ കാര്യമാണ്. പുള്ളിന്ന് 2-3 വൈഡ് എറിഞ്ഞെങ്കിൽ പോലും സ്റ്റിൽ ഹി വാസ് സ്റ്റിക്കിംഗ് ഓൺ ടു ദ പ്ലാൻ. എന്തുകൊണ്ട് നടരാജനെ പവർ പ്ലേയിലോ അല്ലെങ്കിൽ ഇവർ സെറ്റ് ആവുന്നതിന് മുമ്പോ വന്ന് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല എന്നത് എനിക്ക് ഇപ്പോഴും അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തപ്പോഴും നിയർ എ ക്യാച്ചോളം വന്നതാണ് 2 സിറ്റുവേഷൻസിൽ. ഒരു തവണ ഡ്രോപ്പ് ചെയ്തു, അതെ, ഒരു തവണ ഡ്രോപ്പ് ചെയ്തു, ഒരെണ്ണം നിയർ എ ക്യാച്ചും റാന ഡ്രോപ്പ് ചെയ്ത് നിയർ എ ക്യാച്ചും വന്നു. ആ ലൈൻ വർക്ക് ആവുന്നുണ്ട്, ആ ലെങ്ത് വർക്ക് ആവുന്നുണ്ട്. അത് മസിൽ മെമ്മറി അവിടെ ഒന്ന് നമ്മൾ തമ്മിൽ അങ്ങ് വെച്ച് പോകും. അങ്ങനെ അഭിഷേക് ശർമ്മ ത്രൂ ഔട്ട് ഒരു 15-18 ഇന്നിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഔട്ടായിരിക്കുന്ന നമ്പർ ഓഫ് കൂടുതലാണ്. അപ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല എന്നുള്ളത് വലിയൊരു ടെക്നിക്കൽ ഫെയിലിയർ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോളിങ്ങിൽ. അതെ കുൽദീപ് യാദവിനെ അപ്പോൾ യൂസ് ചെയ്ത് ഓരോ ഓവർ യൂസ് ചെയ്ത് മീൻസ് ഫസ്റ്റ് ഓവർ ഇത് പറഞ്ഞ് ഇപ്പം എക്സ്പെൻസീവ് ആയാൽ തന്നെ പിന്നീട് റൈറ്റ് ഹാൻഡേഴ്സ് വന്നപ്പോഴോ അല്ലെങ്കിൽ ക്ലാസ് വന്നപ്പോഴോ ആണെങ്കിൽ യൂസ് ചെയ്യായിരുന്നു കുൽദീപ് യാദവിനെ, മറ്റു ബോളേഴ്സിന് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവിനെ പോട്ടെ, അക്ഷർ പട്ടേൽ എറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. എറിഞ്ഞിരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ക്യാച്ച് എടുത്തിരുന്നുണ്ടെങ്കിൽ ഇവരൊരു അഭിഷേക് ശർമ്മ 90s നിൽക്കുമ്പോഴാണ് ആ ക്യാച്ച് റാണ വിടുന്നത്. അപ്പോൾ ആ ക്യാച്ച് എടുത്തിരുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ഒരു 85 ഓൾമോസ്റ്റ് 90 നിൽക്കുന്ന സമയത്ത് അപ്പോൾ ആ എടുത്തിരുന്നുണ്ടെങ്കിൽ പോലും ഒരു 10-20 റണ്ണ് ഒരുപക്ഷെ കുറഞ്ഞേനെ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ ആർഗ്യുമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടിയേനെ എന്നുള്ളതാണ്. ഡ്രോപ്പ് ആയത് കേഴ്സിംഗ് ഡിസ്കേസ് തന്നെ വേണമെങ്കിൽ പറയാം.
അതെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവരുടെ ഇനി വരുന്ന ആൾക്കാർ അത്ര കണ്ട് നിതീഷ് കുമാർ റെഡ്ഡി ഒരു 1-2 മാച്ചിൽ അടിച്ചതല്ലാതെ ബാക്കി ആരും അങ്ങോട്ട് അറൈവ് ആയിട്ടില്ല. സൽ അറോറ, അനികേത് വർമ്മ ഒന്നും അങ്ങോട്ട് ഈ സീസണിൽ അങ്ങോട്ട് ഫുൾ ഓൺ ആയി വന്നിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഓക്കെ, എന്തായാലും അവരൊരു ക്യാച്ച് മിസ് ചെയ്തു. ടെക്നിക്കലി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലും എടുക്കാം. അത് ഒരുപക്ഷെ ആ ക്യാച്ച് മിസ് ചെയ്തതുകൊണ്ട് റൺ ഒരുപക്ഷെ കൂടിയേനെ, അത് നമുക്കറിയില്ല. ഹാൻഡ് സൈറ്റിൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത എന്താണ് നമ്മുടെ ഡൽഹിയുടെ ബാറ്റിങ്ങിലേക്ക് കടന്നാലോ? ഡൽഹി ബാറ്റ് ചെയ്തതായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ബാറ്റ് ചെയ്തതായിട്ട് തോന്നിയില്ല. ഞാൻ ദോഷം പറയരുത്, ഫാൻസിനെതിരെ ഒന്നും സംസാരിക്കുകയല്ല. പക്ഷേ ഡൽഹി വാസ് നെവർ എവർ ചേസിങ് 240. ദെയർ വാസ് ഓൺലി ചേസിങ് 200. അവരുടെ മനസ്സിൽ 200 ടാർഗറ്റ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് 244 ചേസ് ചെയ്യുന്ന ഒരു ടീമിന് ഒരാൾ പോലും 200 സ്ട്രൈക്ക് റേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ? ഇപ്പോൾ ഡൽഹിയുടെ ബാറ്റിങ്ങിലാണെങ്കിൽ ഒരു ഒറ്റ ആൾ പോലും 270 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തിട്ടില്ല. അത് ഹയസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 268, അതും 16 പന്തിൽ. 168 ആണ്, അതും 16 പന്തിൽ നിന്നൊരു സ്ട്രബ്സ്. അതിന് മണ്ടയ്ക്ക്, അത് 169 സ്ട്രൈക്ക് റേറ്റിന് മണ്ടയ്ക്കിട്ട് ഒരു ബാറ്റ്സ്മാൻ സ്കോർ ചെയ്തിട്ടില്ല 240 സ്കോർ ചെയ്യുന്ന കളിയിൽ. പിന്നെ ഡൽഹിയുടെ ബാറ്റിംഗ് ഭയങ്കര വീക്കാണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. ഒരു 16 ബോൾ 50 അടിക്കാൻ പറ്റിയ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആരാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്? മിഡിൽ ഓർഡർ 16 ബോൾ 50 അടിക്കും. മില്ലർ പറഞ്ഞു, മിഡിൽ ഓർഡർ ഇല്ല. മില്ലർ പറഞ്ഞു, അല്ലെങ്കിൽ അതാണ്. ഈ സ്റ്റബ്സ് ആണെങ്കിൽ പോലും ടൈം എടുത്ത് അടിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നും സ്റ്റബ്സിനെ താഴെയാണ് ഇറക്കുന്നത്. എനിക്കത് കാണുമ്പോൾ എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ ഇന്ന് നിതീഷ് റാണെ കളിപ്പിച്ച് റൺ അടിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. കഴിഞ്ഞ മാച്ചിൽ അവർ കരുൺ നായരെ കളിപ്പിച്ചു. ഈ മാച്ചിൽ നേരെ നിതീഷ് റാണെ. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറെ ഈ ചേഞ്ചസ് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക. ഒന്നിൽ സ്റ്റിക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇന്ന് നിതീഷ് റാണെ റൺ അടിച്ചു എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ KL രാഹുലിന്റെ ക്ലാസിക് ആയിട്ടുള്ള സെൻസിബിൾ ആയിട്ടുള്ള ഇന്നത്തെ ഇന്നിങ്സ് 160 സ്ട്രൈക്ക് റേറ്റിൽ 37 റൺസ് 23 ബോളിൽ. നമ്മൾ എപ്പോഴും KL രാഹുൽ എൻ്റെ സ്ഥിരം വേട്ടമുറുകാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ നിരാശപ്പെടുത്തിയില്ല. എൻ്റെ ആർഗ്യുമെന്റിനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ ഇന്ന് KL രാഹുൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മോശമായിരുന്നു. ഇതിപ്പോ നിതീഷ് റാണെ കേട്ടോ, അതായത് KL രാഹുലിനെ മാത്രം പറയാൻ, നിതീഷ് റാണ അവസാനം വന്നിട്ട് അത് പവർ പ്ലേ കഴിഞ്ഞിട്ട് റൺ റേറ്റ് മാനേജ് ചെയ്തത്. പവർ പ്ലേയിൽ നിതീഷ് റാണയും കുറച്ച് ബോൾസ് ആ രീതിയിൽ തന്നെ കളിച്ചിരുന്നു, ഒരു ഇന്റന്റ് ഇല്ലാത്ത രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ പവർ പ്ലേ ഒരു 80 റൺസ് എങ്കിലും മിനിമം ആണ്. ഞാനത് ഏറ്റവും ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ SRH ബാറ്റ് ചെയ്തപ്പോഴത്തേക്ക് 6 ഓവേഴ്സിൽ 67 റൺസ് എന്തോ ഉള്ളൂ. അത് ഓക്കെയാണ്. അവർ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്. പിന്നീട് അവർ 200 അടിക്കും, 210 അടിക്കും. അവരൊരു പ്ലാൻ ഇല്ലാതെയാണല്ലോ പോകുന്നത്. 240 അടിച്ചു കളയാന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അവർ പോകുന്നത്. പക്ഷേ സെക്കൻഡ് ബാറ്റ് ചെയ്യുമ്പോൾ 242 അടിക്കണമെന്നുള്ള ഒരു കേസിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് 6 ഓവേഴ്സിൽ മാക്സിമം അത് എന്താ പറയുക ക്യാപിറ്റലൈസ് ചെയ്യുക, പവർ പ്ലേ ക്യാപിറ്റലൈസ് ചെയ്യുക, അവിടുന്ന് അങ്ങോട്ടും ആ ഒരു ഇന്റന്റ് കീപ്പ് ചെയ്യുക, കുറച്ച് അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 10 ഓവറിൽ 120 റൺസ് വന്നേ പറ്റൂ, എങ്കിലേ നെക്സ്റ്റ് 10 ഓവറിൽ 120 റൺസ് അടിക്കാൻ പറ്റും. അല്ലാതെ 10 ഓവർ കൺസിസ്റ്റന്റ് ആയിട്ട് 13-14 റൺസ് പെർ ഓവർ അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ ഇനിഷ്യൽ അടി വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ തോൽവിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ 1 to 6 ഓവേഴ്സിൽ റൺ റേറ്റ് എന്ന് പറയുന്നത് SRHന്റെ 11.16 ആണ്. അതേപോലെ തന്നെ ഡൽഹിയുടെ ആണെങ്കിൽ 9.8 ഉള്ളൂ. അതിന് ഡിഫറൻസ് എന്താ അങ്ങോട്ട് വരുന്ന ഓവറിൽ നോക്കിക്കഴിഞ്ഞാൽ 7 to 10 ആണെങ്കിൽ ഹൈദരാബാദിന് 9.25ഉം ഡൽഹി ഡോമിനേറ്റ് ചെയ്തു 12 റണ്ണുമായിട്ട്. അതേപോലെ തന്നെ 11 to 15 16 റൺ റേറ്റിലാണ് ഹൈദരാബാദ് അടിച്ചത്. അപ്പോഴും ഡൽഹി 9.6 കിടക്കുന്നുള്ളൂ. ഈ ത്രൂ ഔട്ട് ദ ഫേസിൽ എല്ലാവർക്കും വിക്കറ്റ് പോയിരിക്കുന്ന സെയിം ആണ്. അതായത് ഇനിഷ്യലി ഡൽഹിയുടെ ഒന്ന് പോയി, ഫസ്റ്റ് 6 സൺറൈസേഴ്സിൻ്റെ പോയിട്ടില്ല. അതേകൂട്ട് ബാക്കിയുള്ള 2 ഫേസിലും ഈക്വൽ വിക്കറ്റാണ് പോയിരിക്കുന്നത്. 1-1-1-2 എന്നുള്ള രീതി. വലിയ ഡിഫറൻസ് ഇല്ല, മാർജിനൽ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം 11 to 15 16 വീതം അടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അവർ 1 to 6 യൂട്ടിലൈസ് ചെയ്തിട്ടില്ല? അത് 15 അടിച്ചില്ലെങ്കിൽ പോലും ഒരു 14 അടിച്ച് അല്ലെങ്കിൽ 12-13 ആക്കി ആ ഒരു ഇനീഷ്യൽ ഫേസ് തന്നെ അവർ കളി നോക്കാനുണ്ടായ കാരണം അതാണ്. എൻ്റെ ഇപ്പോഴത്തെയും ഏറ്റവും വലിയ കൺസേൺ ഡൽഹിയുടെ ബാറ്റിംഗ് തന്നെയാണ്. ഡൽഹിയുടെ ബാറ്റിംഗ് ഇതുവരെ അവരൊരു കളി ജയിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഡൽഹി ജയിച്ച കളികൾ, ഡൽഹി 3 കളി ജയിച്ചു. 3 കളി ജയിച്ച കളി ഞാൻ പറഞ്ഞുതരാം. ഡൽഹി ഹാവ് വൺ ഓൺലി ദ ഗെയിം വെയർ ബോളേഴ്സ് ഡോമിനേറ്റഡ്. ഡൽഹി ചേസ് 141 അഗൈൻസ്റ്റ് LSE, ഡൽഹി ചേസ് 162 അഗൈൻസ്റ്റ് MI, ഡൽഹി ചേസ് 175 അഗൈൻസ്റ്റ് RCB. ഈ 3 കളികളും ബോളേഴ്സാണ് അവരെ ജയിപ്പിച്ചത്. ഇൻക്ലൂഡിങ് മുഹമ്മദ് ഷമി ആണെങ്കിലും മയങ്ക് യാദവ്, വാട്ട് വാസ് ഹിസ് നെയിം, അതാണെങ്കിലും
മുകേഷ് എങ്കിടി, അവരുടെ ഒരു അതെ 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 നടരാജൻ. മുകേഷും ഇങ്കടിയുടെയും പെർഫോമൻസിലാണ് അവരന്ന് ഈ 141, 162, 175 എന്നുള്ള റണ്ണിലേക്ക് ഒതുക്കി ആ റണ്ണ് ചേസ് ചെയ്ത് ഇവർ ജയിച്ചത്. നേരെ മറിച്ച് ഡൽഹി തോറ്റ 3 കളികൾ ഞാൻ പറഞ്ഞുതരാം. ചേസ് അഗൈൻസ്റ്റ് GT 210 തോറ്റു, ചേസ് അഗൈൻസ്റ്റ് 212 CSK തോറ്റു, ചേസ് അഗൈൻസ്റ്റ് 242 SRH തോറ്റു. അതായത് 200 മണ്ടയ്ക്ക് അവർക്ക് മനസ്സിലൊരു ടാർഗറ്റ് ഇല്ല. ദേ ക്യാൻ ഓൺലി വിൻ ദ ഗെയിംസ് വെയർ ബോളേഴ്സ് പെർഫോം ആൻഡ് അതൊരു 180-ക്കകം ബോളേഴ്സ് എറിഞ്ഞിട്ടാൽ ആ കളി ജയിക്കാൻ പറ്റും എന്നല്ലാതെ അതിനപ്പുറത്തേക്കിന് ഡൽഹിയെ കൊണ്ട് പറ്റുന്നില്ല. ഈ കഴിഞ്ഞ 6 കളികളിലും ഇനി അങ്ങോട്ട് പറ്റും എന്ന് എനിക്ക് വിശ്വാസവുമില്ല. പ്രൂവ് മി ഐ എം റോങ് എന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു. എൻ്റെ ഇപ്പോഴും ഏറ്റവും വലിയ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വി ഷാ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ അവർക്കുണ്ട്. അതൊരു പോക്കറ്റ് ഡൈനാമൈറ്റ് ആണ്. ഇപ്പം ഞാൻ ആദ്യമേ ചോദിച്ചൊരു കാര്യം, 15 പന്തിൽ 50 അടിക്കാൻ ആരെ കൊണ്ട് പറ്റും? ആ ലൈനപ്പിലാകെ നോക്കിയിട്ട് പറ്റുന്ന ഒരാൾ പൃഥ്വി ഷാ മാത്രമേ ഉള്ളൂ. ആ പുള്ളിക്കാരനെ ഇപ്പോഴും കളിപ്പിച്ചിട്ടില്ല. അതും വളരെ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡൽഹിയെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആണ് ഇനി മുന്നോട്ടുള്ള ടീം സെലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിസംഗ ബ്രോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിസംഗ എനിക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ട് തോന്നുന്നത് നിസംഗ കളിക്കണമെന്നുള്ളത്. അപ്പോൾ ബ്രോ പറഞ്ഞു നിസംഗയെ മാറ്റിയിട്ട് സ്റ്റാർക്ക് വരുമ്പോൾ നിസംഗയെ മാറ്റണമെന്ന് പറഞ്ഞിരുന്നു. സോ അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൃഥ്വി ഷാ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ടൈമില്ല അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട്. പൃഥ്വി ഷാ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വി ഷായെ കൊണ്ടുപോകണം. സ്റ്റാർക്ക് വരുമ്പോൾ അവർ കളിപ്പിക്കാൻ നിസംഗയെ മാറ്റാനാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് ചെയ്യാം. ചമീര അവരുടെ പുറത്തുണ്ട്, അതുപോലെ തന്നെ ജാമിസനോ ഏതൊരു ഓവർസീസ് ബോളറുണ്ട്, ഏതെങ്കിലും ഒരു ഓവർസീസ് ബോളറിനെ കളിപ്പിച്ചിട്ട് നിസംഗയെ മാറ്റുക. എന്നിട്ട് അപ്പോൾ ആര് പുറത്തു പോകും? മുകേഷ് പുറത്തു പോവോ? നടരാജൻ എന്തായാലും പുറത്തു പോകല്ലോ. മുകേഷും നല്ല രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളറാണ്. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആര് പുറത്തു പോകുന്നത്? സ്ട്രൈക്ക് അഫ്രണ്ട് ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമാണ്, സ്ട്രൈക്ക് അഫ്രണ്ട് ചെയ്യാൻ അവർക്കൊരു ബോളറില്ല. അത് മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ട് പറ്റും. മിച്ചൽ സ്റ്റാർക്കിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ബോളിൽ വിക്കറ്റ് എടുത്ത കളികൾ കൂടുതലാണ്. അത്ര അതായത് ആഷസിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, T20 വേൾഡ് കപ്പിലും പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്ര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ബോളർ അഫ്രണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇനി അങ്ങോട്ട് കൂട്ടിയാൽ കൂടത്തില്ല. അതിപ്പോ ചേഞ്ച് വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞപ്പോ ഓർത്തൊരു കാര്യമുണ്ട്. അക്ഷർ പട്ടേൽ ചെയ്ത് വേറൊരു കാര്യം, മുകേഷിനെ കൊണ്ടുവന്നിട്ട് ഫൈനൽ ഓവർ എറിയിച്ച അങ്ങനെ ഒരു മണ്ടത്തരം കൂടെ ചെയ്തു. മുകേഷിനെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ മാക്സിമം യൂസ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഒരു 15 ഓവറിന് മുമ്പ് അത് എറിഞ്ഞ് തീർക്കുക എന്നുള്ളതല്ലാതെ ലാസ്റ്റ് ഡെത്ത് ഓവർ കൊണ്ടുവന്ന് മുകേഷിനെ എറിയിച്ചെന്ന് പറഞ്ഞൊരു മണ്ടത്തരവും അക്ഷർ തീർച്ചയായിട്ടും ചെയ്തു. അതും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അത് മെയിനായിട്ട് സംഭവിച്ചതുകൊണ്ടാണ് അക്ഷർ പട്ടേലും കുൽദീപ് യാദവും അവരുടെ കോട്ട തീർത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റാഞ്ഞത്. ആ ഒരു ചലഞ്ച് അക്ഷർ സ്വയം ഏറ്റെടുക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷവും ഒരിക്കലും ചെയ്തിട്ടില്ല. അതേസമയം വേറൊരു ക്യാപ്റ്റന്റെ അണ്ടറിൽ അക്ഷറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ. പക്ഷെ സ്വന്തം ക്യാപ്റ്റൻസിയിൽ അക്ഷർ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഹേമന്ത് ബദാനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മച്ച കമ്പനിയുള്ള ഒരു കോച്ചാണ് പുള്ളി. അങ്ങനെ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ ഒരു ഹർദിക് പാണ്ഡ്യ ചെന്ന് ജയവർദ്ധനയുടെ തോളെ കൈയിട്ടുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ കോഹ്ലി പട്ടിദാർ എന്ന് ബാംഗ്ലൂരിൻ്റെ കോച്ചിൻ്റെ തോളത്ത് കൈയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോച്ചാണ് ഹേമന്ത് ബദാനി. ലൈക്ക് ഹീസ് അപ് ടു ഫോർ എനി ചേഞ്ചസ്. ഇപ്പം അതായത് ഇനിയും അവർക്ക് വേണമെങ്കിൽ മാറാം. ഏറ്റവും നല്ല ഉദാഹരണമാണ് SRHന്റെ ബോളിംഗ് എന്ന് പറയുന്നത്. SRH 240 അടിക്കുക ഒരു അത്ഭുതകരമായിട്ട് ആർക്കും തോന്നുന്നില്ല. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് അവർ 300 അടിക്കാനുള്ള ടീമുണ്ട്. ഈ 3 വർഷങ്ങളിലും അവർക്ക് ബാക്ക്ലാഷ് ചെയ്തത് അവരുടെ ബോളിംഗ് ആണ്. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഒരു സുഹൃത്തൊന്ന് ചോദിക്കുകയുണ്ടായി, കോച്ചിനൊക്കെ എന്തോ ഇമ്പോർട്ടൻസ്, ഇവരൊക്കെ കോച്ചിന് ആവശ്യമുണ്ടോ എന്ന്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അവരുടെ ബോളിംഗ് കോച്ച് വരുൺ ആരോൺ എന്ന് പറഞ്ഞൊരാളാണ്. ഞാൻ ഗ്യാരണ്ടി തരാം, വിത്തിൻ 3 ഇയേഴ്സ് പുള്ളി ഇന്ത്യക്ക് വേണ്ടി 2 ബോളേഴ്സിനെ മിനിമം കോൺട്രിബ്യൂട്ട് ചെയ്യും. ടെക്നിക്കലി പുള്ളി, അതായത് വരുൺ ആരോൺ എന്നുള്ളൊരു കളിക്കാരൻ എന്നുള്ള നിലയിലല്ല ഞാൻ പുള്ളിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. വരുൺ ആരോൺ എന്ന് പറഞ്ഞൊരു കോച്ച് എന്നുള്ള രീതിയിൽ പുള്ളി 3 ഇയേഴ്സിനകം മിനിമം 2 കമന്ററി ചെയ്യുന്ന സമയത്തും അറിയാലോ നമുക്ക്. കമന്ററി ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിക്കും. അതെ, അവരുടെ ഡേറ്റ അനലിറ്റിക് ടീമും ഭയങ്കര കിടിലമാണ്. നിങ്ങൾ എപ്പോൾ നോക്കിയാലും കാണാം, ലൈക്ക് വരുൺ ആരോൺ സിറ്റിംഗ് ലൈക്ക് സോ ക്ലോസ് ടു ദ ഡേറ്റ ടീം. അവർ പറഞ്ഞു ലൈക്ക് ദിസ് ഈസ് എ തിങ്, ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അത് തന്നെ ബോളേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതും ഭയങ്കര അപ്രിഷിയേറ്റബിൾ ഉള്ള കാര്യമാണ്. അതായത് ആദ്യത്തെ 2 കളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കാര്യമാണ്, SRH പണ്ടത്തെ പിന്നത്തോടാണ് 250 അടിക്കും 260 ബോളേഴ്സ് കൊടുക്കും. പക്ഷെ 2 പുതിയ പിള്ളേരെ കൊണ്ടുവന്ന് ടോട്ടൽ ലൈനപ്പിന്റെ ഫേസായി മാറ്റി കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ടീം ആവശ്യകത പോലും ഇല്ല. അത് ടേൺ അറൗണ്ട് ചെയ്തു എന്ന് മാത്രമല്ല, അവർ കറക്റ്റായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പ്രഫുൽ ഹിഞ്ച് എന്ന് പറഞ്ഞൊരു ബോളർ ഉണ്ടായിരുന്നു, ഷക്കീബ് ഹസൻ എന്ന് പറഞ്ഞൊരു ബോളർ ഉണ്ടായിരുന്നു. പ്രഫുൽ ഹിഞ്ച് 2ാമത്തെ കളിയിൽ എക്സ്പെൻസീവ് ആയെന്നുള്ളതല്ല, ഫസ്റ്റ് മാച്ചിലും ഞാൻ ശ്രദ്ധിച്ചാണ്. ഫസ്റ്റ് മാച്ചിലും വിക്കറ്റ് കിട്ടിയെന്നുണ്ടെങ്കിലും ഷക്കീബ് ഹസനാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് സ്ലോ കട്ടേഴ്സൊക്കെ എറിഞ്ഞതും. എനിക്കൊന്ന്
ഫെരേരയുടെ വിക്കറ്റ് ആണെന്ന് തോന്നുന്നു. ഫെരേരയുടെ വിക്കറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ബോളൊക്കെ പുള്ളി വേരിയേഷൻസ് നല്ല സ്പേസിൽ എറിയുകയും നല്ല വേരിയേഷൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഷക്കീബ് ഹസൻ. സോ ഷക്കീബ് ഹസനെ വെച്ചിട്ട് അവർ കണ്ടിന്യൂ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഇഷാൻ മല്ലിംഗയുടെ കൂട്ടത്തിൽ ഒരു ശ്രീലങ്കൻ ബോളർ, എന്താ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ശ്രീലങ്കൻ ബോളറെ കൂടെ കൊണ്ടുവന്ന് അപ്പ് ഫ്രണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന, പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബോളറിനെ കൊണ്ടുവന്നു. സോ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച്, അവർ പെട്ടെന്ന് ക്വിക്കായിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് അവർ കറക്റ്റായിട്ട് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് അവർക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ടെക്നിക്കൽ ടീം ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയാനുണ്ടായ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാനെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. മില്ലർ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻ 10 ബോളിൽ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ മില്ലർ ദ കില്ലർ ആവും. മനസ്സിലാവും. ഇഫ് യു വാണ്ട് ടു ടേക്ക് മില്ലർ, ടേക്ക് ഹിം ബിഫോർ ബോൾ ടേൺ. കാരണം മില്ലറിനൊന്ന് സെറ്റ് ആവാനുള്ളൊരു അവസരം കൊടുത്തേ കൂടാ. അത് ഈ ഫസ്റ്റ് ബോൾ തന്നെ എറിഞ്ഞത് കണ്ടോ, അതായത് മില്ലറിന് ഒരു റൂം കൊടുക്കാൻ ഒരു രീതിയിലും ഉണ്ടായിട്ടില്ല. മില്ലർ അങ്ങനെ ബോൾഡായിട്ടുള്ള കളികൾ പുറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട്. അതായത് മില്ലർ ബാറ്റ് ആൻഡ് ബാറ്റിന്റെ ഇടയ്ക്കൂടെ കയറി പോകുന്നു. കറക്റ്റ് ബേൽസ് അല്ലെ ടോപ്പ് ഓഫ് ലെഗ് സ്റ്റംപ്, ടോപ്പ് ഓഫ് മിഡിൽ സ്റ്റംപ്. അതൊരു ഇൻ സ്വിംഗർ അല്ലെ ഔട്ട് സ്വിംഗർ അല്ലെ സീം ബോൾ ആണെങ്കിൽ പോലും മില്ലർ ഒരുപാട് തവണ നമുക്ക് ഇങ്ങനെ ഔട്ടായിട്ടുള്ളത് കാണാം. ലൈക്ക് ദാറ്റ് വാസ് എ പെർഫെക്റ്റ് ബോൾ ടു എ മില്ലർ. അത് ഫസ്റ്റ് ബോൾ തന്നെ വന്നപ്പം പുള്ളിക്ക് ഒരു ആൻസറും ഇല്ലാതായി പോയി. അത് നമുക്ക് ഭയങ്കരമായിട്ട് SRHന്റെ ബോളിങ്ങിന്റെ ചേഞ്ചസിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതും യങ് ടാലൻസ് വന്ന് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഇന്ത്യയുടെ റോസ്റ്റേഴ്സിനെ തന്നെ ആലോചിച്ച് വളരെ സന്തോഷമുണ്ട്. ഇറ്റ് വാസ് എ വെൽ ഗുഡ് ഗെയിം, ഇറ്റ് വാസ് എ വെൽ ഡിസേർവ്ഡ് ഗെയിം ഫോർ SRH ടു വിൻ. അതും ഇത്രയും നല്ല മാർജിന് ജയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ നെറ്റ് റൺ റേറ്റ് അടിച്ച് തൂക്കി കാണും. വേറൊരു കാര്യം, ഇപ്പോൾ ഡൽഹിയുടെ ബാറ്റിംഗ്, അപ്പോൾ ഈ മില്ലറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ അസുതോഷ് ശർമ്മ അവർ കളിപ്പിക്കുന്നുണ്ട്. വിബ്രാജ് നിഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അവർക്ക് സക്സസ്ഫുള്ളി റൺ ചേസിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ഹു ക്യാൻ ബോൾ ലെഗ് സ്പിൻ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇതുമായിട്ട് അസുതോഷ് ശർമ്മ ഇപ്പോൾ ഇന്നത്തെ ഒരു ഇന്നിങ്സ് കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇന്നത്തെ ബാറ്റിംഗ് കണ്ടിട്ട് എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ഇനി ഈ സീസണിൽ പുള്ളി എത്രത്തോളം നല്ല ടച്ചിലാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ വിബ്രാജ് നിഗത്തെ അവർ കളിപ്പിക്കണമെന്നാണ് ബ്രോ പറയുന്നത്. എന്താണ് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ പ്ലേയിങ് ലെവൻ അവർ എന്താണ് എങ്ങനെയാണ് വേണ്ടത്? എനിക്ക് ഇതിനകത്തിലിപ്പം പുറത്തുനിന്ന് അകത്തോട്ട് വരാൻ ചാൻസ് ഉള്ളത് ഈ പറഞ്ഞ പോലെ പൃഥ്വി ഷാ മാത്രമാണ്. അല്ലാതെ അതിനപ്പുറത്തേക്കിന് ഒരു ചേഞ്ചസിലേക്ക് അവർ മുതിരത്തില്ല. പിന്നെ ഓൾറെഡി അവർക്ക് ഒരു ചൈനമാൻ ബോളറുണ്ട് ലെഗ് സ്പിന്നറായിട്ട് തന്നെ, അക്സർ പട്ടേൽ ഉള്ളിടത്തോളം. പിന്നെ ഒരു എക്സ്ട്രാ ഒരു എഗ് സ്പിന്നറെ അവർ പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അതെ, കഴിഞ്ഞ വർഷം കളിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഇതല്ലായിരുന്നു അവരുടെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറയുന്നത്, എൻ്റെ ഡിഫറൻ്റ് ആയിരുന്നു. അന്ന് നട്രാജനൊന്നും ഇല്ല, നട്രാജന് കാര്യങ്ങളൊന്നും ഇല്ല. ഈവൻ അവർക്ക് ഓപ്ഷനെ പാളിപ്പോയതല്ല, അവരെ ഈ പറഞ്ഞിട്ട് ഒരു ഡൽഹി ബാക്കിയുള്ളവരെല്ലാവരെയും പണി കൊടുക്കാനിരുന്ന് ഡൽഹിക്ക് കാലം പണി കൊടുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും ഡൽഹിയുടെ ഒരു മെയിൻ പ്ലെയർ വരാറില്ല കളിക്കാൻ. അത് മുൻ വർഷങ്ങളാണെങ്കിൽ ഹാരി ബ്രൂക്ക് ആയിരുന്നു. ഈ വർഷം KL രാഹുലിൻ്റെ സ്പെഷ്യൽ ആഗ്രഹം പ്രകാരമാണ് ഓപ്ഷനിൽ ഡക്കറ്റിനെ പോയി എടുത്തത്. ഡക്കറ്റും തേച്ചു. അങ്ങനെ ബാക്കപ്പ് പ്ലാനായിട്ടാണ് നിശാങ്ക വന്നത്. അത് നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ, അതൊരു വിധത്തിൽ നന്നായെന്ന് ഞാൻ പറയത്തുള്ളൂ ഡക്കറ്റിൻ്റെ കാര്യത്തിൽ. കാരണം ഡക്കറ്റ് T20 അങ്ങനെ അറൈവ് ചെയ്തൊരു പ്ലെയർ ഒന്നും അല്ല. ഒരു പക്ഷേ ഇനി IPL വരുമ്പോൾ എന്താ കാണിക്കാം പോകുന്നത് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും എനിക്ക് അത്ര ഡക്കറ്റ് വേഴ്സ് നിസംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിസംഗയുടെ കൂടെ നിൽക്കത്തുള്ളൂ. കാരണം നിസംഗ ഒരു മാച്ച് വിന്നറായിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഈ ഒരു ടീം ടോപ്പ് 4ലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തത്തില്ല. മിച്ചൽ സ്റ്റാർക്ക് എന്ന് വരുമെന്ന് പോലും ആർക്കും ഒരു പിടിയില്ല. എന്താ പുള്ളി വരാത്തതെന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല. അടുത്ത കളി ഇപ്പൊ ആദ്യത്തെ ഒരു 3-4 ബോൾ കളിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു KL രാഹുൽ നല്ല ഇന്റന്റോടെ ബാറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു 6 ഒക്കെ അടിച്ചിരുന്നു, ഒരു 6-4 അടുപ്പിച്ചൊക്കെ അടിച്ചപ്പോൾ ആ ഒരു ഇന്റന്റ് കാണിക്കുന്നു വിചാരിച്ചു. പക്ഷെ വളരെ ഡിസപ്പോയിന്റിങ് ആയി. അതുപോലെ തന്നെ സമീർ റിസ്വിക്ക് അങ്ങോട്ട് ഫുൾ ഇതിൽ കളിക്കാൻ പറ്റില്ല. ഇന്ന് SRH നന്നായിട്ട് ബോളിങ് ചെയ്തു, നല്ല രീതിയിൽ ബോൾ ചെയ്തു. അവർ പിടിച്ച് കെട്ടി ശരിക്കും. അതിനും അവർക്ക് അതിന്റെ അപ്രിസിയേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ആകെപ്പാടെ ഡൽഹിക്ക് ഇന്നൊരു പോസിറ്റീവ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും എന്ന് പറയുന്നത് നിതീഷ് റാണയുടെ ഒരു പെർഫോമൻസ് മാത്രമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതിൽ തെറ്റിപ്പോയി. ഒരു ബാറ്റ്സ്മാൻ ഉണ്ടായിരുന്നു 190 സ്ട്രൈക്കറായിട്ടുള്ളത്, അത് നിതീഷ് റാണയാണ്. ആകെപ്പാടെ ഡൽഹിക്ക് ഈ കളിന്ന് ടേക്ക് ഓൺ ചെയ്യാം എന്ന് പറയുന്നത് ആരുമില്ല. ആകെപ്പാടെ എടുക്കാനുള്ളത് നിതീഷ് റാണയുടെ ഒരു പെർഫോമൻസ് മാത്രമാണ്. അല്ലാതെ ഡൽഹിക്ക് ഇന്നൊന്നും കൊണ്ടുപോകാനില്ല. ഏറ്റവും സങ്കടകരമായ കാര്യം ഡൽഹിയെ സംബന്ധിച്ച് അടുത്ത കളി കളിക്കാൻ പോകുന്നത് പഞ്ചാബിനെതിരെയും അതിൻ്റെ അടുത്ത കളി കളിക്കാൻ പോകുന്നത് RCBക്കെതിരെയാണ്.
RCBക്കെതിരെ ഉച്ചയ്ക്ക് പോയി കളിക്കുന്നോട്ടല്ല രാത്രി പോയി RCB എടുത്ത് കളിക്കുന്നത്. ടീം ഒന്ന് തന്നെ അല്ലേ എന്ന് പറയുന്നതിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ കണ്ടീഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ആ കണ്ടീഷൻസിൽ RCBയെ ഹോൾഡ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. സെയിം ലൈക്ക് പഞ്ചാബ് ആസ്വൽ. പഞ്ചാബ് ഒരു കളി പോലും തോൽക്കാതെ വരുന്ന ഒരു ടീമിൻ്റെ അടുത്തോട്ടാണ് ഡൽഹി ടീമുമായിട്ട് അടുത്ത കളി ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാവും ഡൽഹിയുടെ മുമ്പോട്ടുള്ള പോക്ക്. SRH വളരെ മുമ്പോട്ട് കയറി വരുന്നുണ്ട്. SRH ടോപ്പ് 4 കണ്ടന്റിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും സ്റ്റബ്സ് നമ്പർ 3 വരണമെന്ന് തന്നെ ഞാനിപ്പോൾ ഇവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പിന്റെ ഒരു പ്രശ്നം. സ്റ്റബ്സിന് ഒരു ഫിനിഷറായിട്ട് ഇവർക്ക് എങ്ങനെ കാണാൻ പറ്റുന്നത്? അവരൊരു പ്രോപ്പർ നമ്പർ 3 ബാറ്റ്സ്മാൻ അവിടെ കയ്യിലിരിക്കുമ്പോൾ പലരെയും പരീക്ഷിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇവരുടെ അതായത് അപ്പാർട്ട് ഫ്രം മില്ലർ അവർക്ക് വേറെ ഫിനിഷർ ഇല്ല. നമ്മളിപ്പം അതായത് ഞാനൊക്കെ എന്ന് പറയുന്ന കളി കണ്ടും കുറേ ആപ്ലിക്കേഷൻസിൽ നിന്നുള്ള ഡേറ്റ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അതിൽ പോലും എനിക്ക് മില്ലർ ഈ പറഞ്ഞ ബാംഗ്ലൂരിനെതിരെ കളി ജയിപ്പിച്ചു. അതിന് മുമ്പോട്ടൊരു കഴിഞ്ഞ 3 വർഷങ്ങളിൽ അങ്ങനെ ജയിപ്പിച്ചൊരു കളിയില്ല. മനസ്സിലായി? മില്ലർ ഒരു ജാക്ക് പോട്ടിൽ കിട്ടി. വേറെ ആരും വിളിക്കാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ദേ ആർ കൈൻഡ് ഓഫ് വെരി ജീനിയസ് വിത്ത് ദ ഡേറ്റ. അപ്പോൾ അവർക്കറിയാം മില്ലർ ഈസ് കൈൻഡ് ഓഫ് പീക്ക് കഴിഞ്ഞു. മില്ലറിൻ്റെ തിരിച്ചിറങ്ങുന്ന പടിയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അത് തന്നെ. പക്ഷേ സ്റ്റബ്സ് ഒരു ഫിനിഷർ അല്ല. അങ്ങനെ ആ ഒരു കേസിലാണെങ്കിൽ പോലും സ്റ്റബ്സ് ഒരു ഫിനിഷർ അല്ല. അത് മാത്രമല്ല, സ്റ്റബ്സിന് ബോൾസ് വേണം കുറച്ച് ഇനിഷ്യലി. ഇപ്പോൾ നമ്പർ 3 ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ കുറച്ച് അവർക്ക് കളിക്കാനുള്ള ഒരു 5 to 6 ബോൾസ് അവർക്ക് കിട്ടും. ഒരു ഫിനിഷർ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ ഇന്ന് വരുമ്പോൾ പോലും ആ ഒരു സിറ്റുവേഷനിലല്ല വരുന്നത്. ഒരു 14 per over പ്ലസ് വേണ്ടപ്പോഴാണ് സ്റ്റബ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻട്രി പോയിന്റ് കിട്ടേണ്ട ഒരു ബാറ്റ്സ്മാൻ അല്ല സ്റ്റബ്സ്. അതുപോലെ തന്നെ യുവരാജ് നിഗമോ അല്ലെങ്കിൽ അശുതോഷ് ശർമ്മയൊക്കെ അവർ ട്രസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരാളെ ഫിക്സ് ചെയ്തിട്ട് സ്റ്റബ്സിനെ മേളിലേക്ക് കൊണ്ടുവരികയാണെന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബോളിംഗ് അവർക്ക് വിഷയമില്ല. അടുത്ത മാച്ചസ് അവർ അക്സർ പട്ടേൽ കുറച്ചും കൂടി റിസർവ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്. പക്ഷേ വളരെ ചലഞ്ചിങ് ആണ് RCB ആൻഡ് പഞ്ചാബ് എന്ന് പറയുമ്പോഴത്തേക്ക്. ആ 2 മാച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ടോപ്പ് 4ലേക്ക് എത്താനുള്ള ചാൻസും അവിടെ തീരാൻ ചാൻസ് ഉണ്ട്. സോ ഈ 2 മാച്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു മാച്ചെങ്കിലും ജയിക്കേണ്ടത് ഡൽഹിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ച് SRHും വെൽ കാൽക്കുലേറ്റഡ് ആയിരുന്നു. SRHും വളരെ കാൽക്കുലേറ്റഡ് ആണ് ഇറങ്ങി. ചുമ്മാ സ്ലോഗ് ഇറങ്ങിയ ഒരു ടീം അല്ല SRH. 240 കണ്ടുകൊണ്ട് SRH ചുമ്മാ സ്ലോഗ് ആണെന്നുള്ള രീതി വിചാരിക്കണ്ട. SRH ഫസ്റ്റ് 6 അടിക്കുന്നത് 5ാമത്തെ ഓവറിലാണ്. അതുവരെ ഗ്രൗണ്ട് ബോള് 4, അത് മാത്രമായിരുന്നു SRHന്റെ ലക്ഷ്യം. ടോട്ടൽ 10 ഓവേഴ്സ് ശരിക്കും ടോട്ടൽ 10 ഓവേഴ്സ് 5 6 6 അടിച്ചിട്ടുള്ളൂ. അതെ, അഭിഷേക് ശർമ്മ ആദ്യം ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി കുറച്ച് സ്ലോ ആയിട്ടാണല്ലോ. കറക്റ്റ് 6 ഓവേഴ്സിൽ 65-66 റൺസ് ഉള്ളവർക്ക്. അപ്പോൾ അവിടുന്ന് പിന്നീട് അങ്ങോട്ട് അവർ ആക്സലറേറ്റ് ചെയ്തത്. വളരെ ശ്രദ്ധിച്ചാണ് അവർ ബാറ്റ് ചെയ്തത്. പവർ പ്ലേയിൽ വിക്കറ്റ് കളയരുത് എന്നുള്ളൊരു ഇൻറ്റൻഷനോട് തന്നെയാണ് അവർ ബാറ്റ് ചെയ്തത്, പിന്നീട് അങ്ങോട്ട് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഡൽഹിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. SRHനെ സംബന്ധിച്ച് ഒരു ഓവേഴ്സ് ഓപ്പണുമാണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. അതാണ് ഇന്നത്തെ മാച്ച്. ഞാൻ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഈ ഡൽഹിയുടെ ബാറ്റിങ്ങിൻ്റെ ഒന്നും വേണ്ട, കളി ജയിക്കണ്ട, ഒരു ഇൻറ്റൻറ്റ് കണ്ടാൽ മതിയായിരുന്നു. ആ ഒരു ഇൻറ്റൻറ്റ് ഡൽഹിയുടെ ഭാഗത്തുനിന്ന് ഒരു ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്തുനിന്നും കണ്ടില്ല എന്നുള്ളത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ആൻഡ് ബോളിങ്ങിലെ കുറേ അക്സർ പട്ടേലിൻ്റെ കുറേ ചേഞ്ചസ് സ്വയം വരാതിരിക്കുന്നതൊക്കെ. സോ അതാണ്. അപ്പോൾ നമുക്ക് പതിയെ ഇതിൻ്റെ വൈൻഡപ്പ് ചെയ്താലോ ഇന്നത്തെ ഇത്. നമുക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡേ നാളത്തെ മാച്ചിൻ്റെ ഒരു പ്രിവ്യൂ നമ്മൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഡൽഹി വേഴ്സസ് SRH മാച്ചിൻ്റെ റിവ്യൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ മല്ലു സ്പെക്ടേറ്റർ ചാനലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ ആണെങ്കിലും ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പങ്കുവെക്കുക. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു റീച്ച് കൂടാനും ഒന്ന് ഗ്രോ ആവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും. സോ നിങ്ങളുടെ സപ്പോർട്ട് ഈ ന്യൂ ചാനൽ തീർച്ചയായിട്ടും വേണം. തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ലോങ് ഡിസ്കഷൻസ്, ഇൻഡെപ്ത് ഡിസ്കഷൻസുമായിട്ട് മുന്നോട്ടുള്ള മാച്ചുകളുടെ റിവ്യൂ ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നതിനും വരെ ബൈ ബ്രോ.